ാവുന്നതാണ്. അതല്ല, നിങ്ങൾ ദുൽഹുലൈഫയിൽ നിന്ന് ഹജ്ജിനല്ല ഉംറക്കാണ് ഇഹ്റാം ചെയ്ത് മക്കയിൽ പ്രവേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഖുദൂമിൻ്റെ തവാഫ് ഉണ്ടായിരിക്കയില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഉംറയുടെ തവാഫാണ്. തവാഫ് ഏത് പേരിൽ അറിയപ്പെട്ടാലും എല്ലാത്തിൻ്റെയും കർമ്മം ഒന്ന് തന്നെയാണ്. ഈ കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. മറ്റൊന്ന് തവാഫുൽ ഇഫാദ, ഹജ്ജിന്റെ നിർബന്ധമായ തവാഫ്. ഹജ്ജിന്റെ നിർബന്ധമായ തവാഫ് എന്ന് പറഞ്ഞാൽ അറഫയിൽ നിന്ന ശേഷം നമ്മൾ വന്നു ചെയ്യുന്ന തവാഫ്. ദുൽഹജ്ജ് 9 അറഫയിൽ നിന്ന് 10 വന്നിട്ട് ചെയ്യുന്ന തവാഫ്, അതാണ് തവാഫുൽ ഇഫാദ. അതെല്ലാവരും നിർവഹിച്ചു കൊള്ളണം, അതില്ലെങ്കിൽ ഹജ്ജില്ല. ഹജ്ജിന്റെ ഫർദ് പെട്ടതാണ്. മറ്റൊന്ന് തവാഫുൽ വദാ, കഅബത്തോട് വിട പറഞ്ഞുകൊണ്ട് 2 മർഹല 132 കിലോമീറ്റർ അപ്പുറത്തേക്ക് ആര് യാത്ര പോകാൻ ഉദ്ദേശിച്ചാലും പരിശുദ്ധ ഹറമിങ്കിൽ ചെന്ന് 7 വട്ടം ചുറ്റി വദാഇന്റെ ദുആ ദ്വാരന്ന് കഅബത്തോട് സമ്മതം ചോദിച്ചിട്ട് പോകണം. അള്ളാഹുവിനോട് സമ്മതം ചോദിച്ചു പോകണം എന്നർത്ഥം. 4ാമത്തെ തവാഫ് സുന്നത്തായ തവാഫ്, വെറുതെ കീറാ തവാഫ് ചെയ്യാം. ആ തവാഫ് നേർച്ചയാക്കിയ ഒരാൾ നിർബന്ധമാവും ചെയ്യും. ഇങ്ങനെയുള്ള 4 തവാഫ്: തവാഫുൽ ഖുദൂം, തവാഫുൽ ഇഫാദ, വദാഇന്റെ തവാഫ്, സുന്നത്തായ തവാഫ്. പക്ഷേ 4 തവാഫും 4 പേരിലാണെങ്കിലും തവാഫൊക്കെ ഒന്നാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമേ പറയുന്നു. കഅബക്ക് ഒരു വാതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിന്റെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഈ കഅബ ഉണ്ടായിരുന്നത് 9 മുഴം ഉയരം, 30 മുഴം നീളം, 22 മുഴം വീതി. ആ കഅബയെ പിന്നെ പുതുക്കിയല്ലോ. ഇന്ന് ഇതിന്റെ നീളവും വീതി ഉയരവും 12 മീറ്ററാണ് നീളം. ഇപ്പോഴത്തെ കഅബ 12 മീറ്റർ, 10 മീറ്റർ വീതി, 15 മീറ്റർ ഉയരം. ഖുറൈശികളുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജറുൽ അസ്വദ് എടുത്തു വെച്ച സംഭവമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇന്നലെ പറഞ്ഞു. ആ കാലഘട്ടത്തിൽ ഖുറൈശികൾ കഅബ പണിയുമ്പോൾ ആ കഅബാലയത്തിൽ ഹലാലായ പണം അവർക്ക് പൂർണ്ണമായി ലഭിക്കാത്തത് കൊണ്ട് 6 മുഴം അടിസ്ഥാന തറയിൽ നിന്ന് വിട്ടു. 6 മുഴം വിട്ടു. ആ 6 മുഴം വിട്ട് നിർമ്മിച്ച ആ ഭാഗമാണ് ഈ കാണുന്ന സ്ഥലം. ഇതും കൂടി ശരിക്കും കഅബയിൽ പെട്ടതാണ്. ഇതിന് ഹിജ്ർ ഇസ്മായിൽ എന്നാണ് പറയുന്നത്. ഹിജ്ർ ഇസ്മായിൽ എന്നാണ് ഈ സ്ഥലത്തിന് പറയുന്നത്. ഇപ്പോഴത്തെ കഅബത്തിൽ നിങ്ങൾ ചെന്നാൽ 6 മുഴം ഉയരത്തിൽ നമുക്കിങ്ങനെ കൈ വെക്കാവുന്ന ഒരു മനുഷ്യനാൾ ആ ഉയരത്തിൽ ഒരു അരച്ചുമർ ഇങ്ങനെ വളച്ചു കിട്ടിയിട്ടുണ്ടോ. ഇങ്ങനെ ഇതിലൊരാൾക്ക് കയറാ, അവിടെ നിസ്കരിക്കുകയോ ചെയ്യാം, അതിലാണ് പുറത്തേക്കും പോവാം. ഇതാണ് ഹിജ്ർ ഇസ്മായിൽ എന്ന് പറഞ്ഞ സ്ഥലം. ഈ സ്ഥലം ശരിക്കും കഅബയിൽപ്പെട്ടതാണ്. ഖുറൈശികളുടെ കാലത്ത് ഇത് കൂട്ടിച്ചേർക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരങ്ങനെ നിർത്തിയതാണ്. ഇനി ഈ കഅബാലയത്തിന് ഒരു വാതിലുണ്ട് കിഴക്ക് വശത്ത്. ഇപ്പോ കഅബാലയത്തിലുള്ള ഏക വാതിൽ കിഴക്ക് വശത്ത്, ചിലപ്പോൾ ഉയരത്തിലാണ് വെച്ച്. പിന്നെ ഇതിന്റെ തെക്ക് കിഴക്കേ മൂലയിലാണ് ഹജറുൽ അസ്വദ്. തെക്ക് കിഴക്കേ മൂലയിൽ ഹജറുൽ അസ്വദ് ഇങ്ങനെ നമുക്കത് ചുംബിക്കാൻ മുഖം എത്ര തെക്ക് കിഴക്കേ മൂലയിലാണ് ഹജറുൽ അസ്വദ്. ഇതൊന്നും പറയാം, തെക്ക് കിഴക്കേ മൂല, അവിടെയാണ് ഹജറുൽ അസ്വദ്. അതുപോലെ ഈ ഹജറുൽ അസ്വദിനും ബാബിലും, ഹജറുൽ അസ്വദിനും ബാബിനും ഇടക്കുള്ള വാതിലിനും ഇടക്കുള്ള ഭാഗത്തിലാണ് മുൽത്തസം എന്ന് പറയുന്നത്. ആ മുൽത്തസം എന്ന് പറയുന്ന സ്ഥലത്ത് ദ്വാക്ക് ഉത്തരണ്ട്. മുൽത്തസമില് ശരീരം ചേർത്ത് വെച്ച ആളുകൾ ദ്വാരക്കുന്ന ധാരാളമായി നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ കഅബത്തിന്റെ 4 മൂലകൾ, ഇത് ഹജറുൽ അസ്വദ് നമ്മൾ പഠിച്ചു. ഇനി വടക്ക് കിഴക്കേ മൂല, ഇതിന് റുക്നുൽ ഇറാഖി എന്ന് പറയും. വടക്ക് കിഴക്കേ മൂല റുക്നുൽ ഇറാഖി. അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറേ മൂല റുക്നുൽ ഷാമി. അപ്പൊ റുക്നുൽ ഇറാഖി, റുക്നുൽ ഷാമി. പിന്നെ ഇതാണ് തെക്ക് പടിഞ്ഞാറേ മൂല, റുക്നുൽ യമാനി. ഇതാണ് ശരിക്കും മനസ്സിൽ വെക്കുന്നത്. ഇത് മനസ്സിൽ വെക്കാൻ കാരണം ഈ 2 മൂലയും നിങ്ങൾ മനസ്സിൽ വെച്ചതിന് പ്രശ്നമൊന്നുമില്ല. ഹജറുൽ അസ്വദിന്റെ അവിടെ തവാഫ് തുടങ്ങി ഇങ്ങനെ ചുറ്റി വരുമ്പോ റുക്നുൽ യമാനിയെ തൊട്ടുമുത്തൽ സുന്നത്തുണ്ട്. തൊട്ടുമുത്താൻ കഴിയില്ല, അപ്പൊ ആംഗ്യം കാണിക്കൽ സുന്നത്തുണ്ട്. അപ്പൊ ആംഗ്യം കാണിക്കൽ റുക്നുൽ യമാനി ഇവിടെയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, തവാഫ് തുടങ്ങുന്നതിന്റെ ലാസ്റ്റ് മൂല, അല്ലെ തുടങ്ങുന്നതിന്റെ മുമ്പുള്ള മൂല, ഈ മൂല കൊടുക്കേ എത്തുള്ളൂ. ഹജറുൽ അസ്വദിന്റെ അടുത്തേക്ക് എത്തുന്നതിന്റെ മുമ്പുള്ള മൂലയാണ് റുക്നുൽ യമാനി. അവിടെ തവാഫ് എത്തുമ്പോ ഒന്നിങ്ങനെ തൊട്ടുമുത്തൽ സുന്നത്താണ്. റുക്നുൽ ഇറാഖി മനസ്സിലാക്കണം, ഇത് റുക്നുൽ ഇറാഖി. അതുപോലെ തന്നെ റുക്നുൽ ഷാമി, റുക്നുൽ യമാനി, ഹജറുൽ അസ്വദ് 4 മൂല കഴിഞ്ഞല്ലോ. മുൽത്തസമേ പിന്നെ പഠിക്കണ്ടു. ബാബിന്റെയും ഹജറിന്റെയും അടുക്കുള്ള ഭാഗം മുൽത്തസം, ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലം. ഇത് ഹജറുൽ അസ്വദ്. പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഹിജ്ർ ഇസ്മായിൽ. ഇതിൽ പറയും, തവാഫിൽ പറയും, ഇതിന്റെ അകത്ത് കയറാനോ തൊടാനോ ഒന്നും പറ്റില്ല. ഇത് കഅബത്തപ്പെട്ടതാണ്, ഇതിന് കൈവച്ചിങ്ങനെ നടക്കാൻ പറ്റില്ല. അത് പറയുമ്പോൾ ഹിജ്ർ ഇസ്മായിൽ എന്ന് ഇനി പറയുള്ളൂ. അപ്പൊ ഹിജ്ർ ഇസ്മായിൽ എവിടെ നിങ്ങൾ മനസ്സിലാക്കുക, തവാഫ് ചെയ്യുന്ന ഒരാൾക്ക് ഇതിനെ തൊട്ട് നടക്കാൻ നല്ല എളുപ്പമാണ്. ഇതിനാണ് ക്രോസ് ചെയ്യാൻ എളുപ്പമാണ്.
പക്ഷെ തവാഫ് എന്ത് ചെയ്യില്ല, ഇതിൽ കൈവെക്കുകയോ ഇതിന്മേൽ തൊടുകയോ ചെയ്താൽ തവാഫ് ശരിയാവില്ല. കാരണം ഇനി വഴിയെ പറയും, ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. അത് തവാഫിന്റെ നിബന്ധന പറയുമ്പോൾ തവാഫ് ഹജറുൽ അസ്വദിൽ നിന്നാണ്. ഇവിടുന്നാണ് തവാഫ് തുടങ്ങുന്നത്. അപ്പൊ ഇവിടുന്ന് തവാഫ് തുടങ്ങാൻ ഇതിന്റെ നേരെ എന്ത് ചെയ്യും, മത്താഫ് റൗണ്ടിലാണ്, വട്ടത്തിൽ. അപ്പൊ ആ സ്ഥലം മനസ്സിലാക്കാൻ വേണ്ടി ഇതിന്റെ നേരെ താഴത്ത് നേരെ ഒരു ബ്രൗൺ വരട്ടുണ്ടാവും, നേരെ ഒരു വര ബ്രൗൺ കളറിൽ. നമ്മളിപ്പോ ചില മാർബിൾ ഉണ്ടല്ലോ, ഒരു ചുവന്ന മാർബിൾ, എന്ന പോലെ പറ്റ കറുപ്പല്ലെന്ന ചോപ്പല്ലാത്തൊരു മാർബിൾ ഇങ്ങനെ നേരെ ഒരു വര ഉണ്ടാവും. അത് കാണാൻ മാത്രം ഇതിലുണ്ടാവും. ആ വരയാണ് ഹജറുൽ അസ്വദിന്റെ നേരെ. അതങ്ങനെ പോയി കെട്ടിടത്തിലേക്ക് കയറുമ്പോൾ കെട്ടിടത്തിൽ ലൈറ്റ് ആവശ്യമുണ്ടാകും, പള്ളിക്ക് കയറുമ്പോൾ പള്ളി ലൈറ്റ് എവിടെ നോക്കിയാലും കാണും. ഈ വരമ്പിൽ നിന്നിട്ടാണ് തവാഫ് തുടങ്ങേണ്ടത്. ഇവിടെ നിന്നിട്ട് അതിന് തവാഫിന്റെ സമയത്ത് പറയും. പിന്നെ നിങ്ങൾ രണ്ട് കാര്യമാണ് ഇതിൽ പ്രധാനമായി മനസ്സിലാക്കുന്നത്. ഒന്ന് ഹജർ, അതിന്റെ വര. രണ്ട് ഈ ഹിജ്ർ ഇസ്മായിൽ മനസ്സിലാക്കുക. മൂന്ന് ഷാദർബാൻ എന്ന് പറഞ്ഞ കഅബയുടെ ഒരു തറൻ മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. സാധാരണഗതിയിൽ നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ പാതകം പാതകം തറന്റെ കുറച്ച് ഉള്ളിക്കല്ലേ കയറ്റി തറട്ടിട്ട് അതിന് കുറച്ച് ഉള്ളിലേക്കാണ് പഠിക്കുക. ഒരു മുഴത്തിന്റെ 2/3 ഭാഗം ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു മുഴത്തിന്റെ 2/3 ഭാഗം ചുമര് തറണ്ടാവും. ഇതിനാണ് ഷാദർബാൻ എന്ന് പറയുന്നത്. അത് കഅബത്തിൽ പെട്ടതാണ്. അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം ഈ ഇങ്ങനെ തന്നെ കൂട്ടിയാൽ ഇങ്ങനെ തന്നെ അവിടെ നോക്കും. ഇത് കഅബത്തിൽ പെട്ടതാ ഈ തറ. ഇവിടെ അപ്പൊ നമ്മൾ നടക്കുന്ന സമയത്ത് ഇങ്ങനെ കൈ വെച്ചാൽ ഇത്രയും സ്ഥലം കഅബത്തിന്റെ ഉള്ളിൽ പോയി നമ്മുടെ കൈ. തവാഫിന്റെ ഒരു നിബന്ധനയിൽപ്പെട്ടതാണ്, തവാഫ് ചെയ്യുന്നവന്റെ ശരീരം മുഴുവൻ കഅബത്തിന്റെ പുറത്താണ്. അപ്പൊ കില്ലമ പിടിച്ച് തവാഫ് ചെയ്യാൻ പറ്റില്ല, ഹിജ്ർ ഇസ്മായിലിനെ പിടിച്ച് തവാഫ് ചെയ്യാൻ പറ്റില്ല. ഇതിമ തൊടുന്നതിന് കുഴപ്പമില്ല, കാരണം ഇതിന്റെ തറ പിന്നെ അവിടെ ഇല്ല. അതേസമയം സൂക്ഷ്മത അതും വേണ്ട, തൊടാതെ പോയാൽ മതി. അതിനെ തൊടാതെ എന്നാൽ സമീപത്ത് കൂടെ പോകാം. അപ്പൊ കഅബയിൽ സ്പർശിക്കുകയോ കില്ല പിടിക്കുകയോ ചെയ്യരുത്. തവാഫിന്റെ വാജിബാത്തുകൾ ഒന്ന് നിയ്യത്ത്. നിങ്ങൾ എപ്പോ തവാഫ് ചെയ്യുകയാണെങ്കിൽ നിയ്യത്ത് ചെയ്യണം. സുന്നത്തായ തവാഫാണെങ്കിൽ ഞാനൊരു സുന്നത്തായ തവാഫ് ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. ഇപ്പൊ നമുക്ക് ശരിക്കും നിയ്യത്ത് ചെയ്തോളുന്നില്ല, കാരണം നമ്മൾ ഉംറക്കാരായ ആളുകൾക്ക് ഉംറയുടെ തവാഫ് ഉംറയുടെ നിയ്യത്തിൽ ഉൾപ്പെട്ടത് കൊണ്ട് വേറെ ചെയ്യണമെന്നില്ല. നിയ്യത്ത് ചെയ്തില്ലെങ്കിലും ഇനി നിയ്യത്ത് ചെയ്യാൻ മറന്നുപോയാലും നിങ്ങളെ തവാഫ് ഉംറയുടെ തവാഫായി പരിഗണിക്കും. കാരണം ഉംറക്ക് നിയ്യത്ത് ചെയ്തപ്പോൾ അതിൽ പെട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നാലും നിയ്യത്ത് പഠിക്കണം. അതേ സമയത്ത് ഉംറക്കായാലും നിയ്യത്ത് ചെയ്യൽ സുന്നത്തുണ്ട്. നവൈതു തവാഫൽ ഉംറത്തി സബ്അത അശ്വാത്തിൽ ലില്ലാഹി തആല. ഉംറയുടെ തവാഫ് 7 തവണ അല്ലാഹുവിന് വേണ്ടി പ്രദക്ഷിണം വെക്കുവാൻ ഞാൻ കരുതി. ഒന്നിന് തൗഫത്ത് എന്ന് പറയും, 7 കുടുംബ തവാഫ്. ഹജറുൽ അസ്വദിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ചുറ്റി 4 മൂല തിരിച്ചുവിടെ എത്തുമ്പോൾ ഒരു തൗഫത്തായി. അത് 7 കൂടുമ്പോൾ തവാഫായി. 7 പരിഗണിക്കൂ, 7 കുറഞ്ഞ തവാഫായി പരിഗണിക്കൂല. ഇനിയുള്ള നിബന്ധനയിൽ ഒന്ന് നിയ്യത്ത്, 2 ഔറത്ത് മറക്കൽ. ഔറത്ത് മറക്കൽ വളരെയധികം കണിശമായി ആണും പെണ്ണും ശ്രദ്ധിക്കണം. 2 കൂട്ടരും ശ്രദ്ധിക്കാനുള്ള കാര്യം. പുരുഷന്മാരാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത്. ആ കാര്യത്തിൽ ആണുങ്ങൾക്കാണ് തെറ്റുപറ്റാറുള്ളത്, സ്ത്രീകൾക്ക് കുറവാണ്. കാരണം മത്താഫിൽ നിങ്ങൾ നോക്കിയാൽ കാണാം, നല്ല കൊടവയറുള്ള ആളുകൾ ഈ തുണി ഉടുത്തിട്ടുണ്ടാവും. അവര് 4 ചുറ്റുമ്പോഴേക്കും തുണി കിഞ്ഞ് പൊക്കിള് കാണുന്നുണ്ടാവും. ശരിക്കും ശ്രദ്ധിക്കണം, നമുക്ക് ആ തിരക്കിലത് കഴിയില്ല. ആണുങ്ങളുടെ പൊക്കിള് കാണും, കണ്ടാൽ ഔറത്താണ്, തവാഫ് ബാത്തിലാണ്. സ്ത്രീകൾ സോക്സ് ധരിക്കണം, കയ്യുറ ധരിക്കാൻ പറ്റൂല്ലോ. അപ്പൊ തലമുടിയിൽ നിന്നും ഒരു മുടി പോലും പുറത്ത് കാണാത്ത വിധം മഫ്ത ക്ലിയർ ആയി ചുറ്റി റെഡിയാക്കി വെക്കണം. 3ാമത്തെ നിബന്ധന അശുദ്ധിയിൽ നിന്നും നജസിൽ നിന്നും ശുദ്ധിയാവുക. മറ്റൊരർത്ഥം വുദു ഉണ്ടാവുക. തീർച്ചയായും വുദു ഉണ്ടാവണം. അവന്റെ ശരീരത്തിൽ നജസ് ഉണ്ടാകാൻ പാടില്ല, എവിടെയും നജസ് വരാൻ പാടില്ല. അതോടൊപ്പം വുദു വേണം. വുദു വേണം എന്ന് പറയുമ്പോ ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്തായാലും സ്ത്രീ പുരുഷ സ്പർശനം ആണും പെണ്ണും തൊടാത്തൊരു ഏർപ്പാടുണ്ടാവില്ല. സ്ത്രീ പുരുഷ സ്പർശനം പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കാം. തൊട്ടാൽ ഒന്ന് മുറിന്ന് ഉറപ്പാണ്. ഇനി അങ്ങനെ മുറിഞ്ഞാലോ ഒന്നുണ്ടാക്കാനേ സമയം ഉണ്ടാവുള്ളൂ, തോപ്പട്ട് തീരൂല. എന്ത് ചെയ്യും?
ആണും പെണ്ണും തൊട്ടാ തവാഫ് മുറിന്ന് ഉറപ്പാണ്. അതുകൊണ്ട് എന്തു ചെയ്യണം? അവിടെ ഇമാം ഷാഫി തങ്ങളുടെ മസ്അല, ആ ഖൗല് ഒന്നുകിൽ പിടിക്കുക, അല്ലെങ്കിൽ ഹനഫിയിൽ വുദു എടുക്കുക, രണ്ടിലൊന്നും ചെയ്യാം. ഹനഫി മദ്ഹബ് അനുസരിച്ച് വുദു എടുത്താൽ സ്ത്രീ പുരുഷ സ്പർശനം കൊണ്ട് വുദു മുറിയില്ല. അവനവന്റെ ഭാര്യനെ തന്നെ കയ്യും പിടിച്ചുകൊണ്ട് തവാഫ് ചെയ്യാൻ